ഇതെന്താ സംഭവം കണ്ട കള്ള്. ഇത് നല്ല അടിപൊളി കള്ളാട്ടാ. അത് നിങ്ങൾക്ക് ഈ ഒരു അളവ് കണ്ടാൽ തന്നെ മനസ്സിലാവും പനങ്കള്ളാണ്. എന്തായാലും നമുക്ക് കല്ല് കെട്ടി സ്ഥിതിക്ക് കള്ളപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 2 കപ്പ് പച്ചരി ആട്ട എടുത്തേക്കണേ. 1/2 കപ്പ് ചെറിയ ഉള്ളി, 1/4 കപ്പ് വെള്ള അവൽ, അത് 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ചെറിയ ജീരകം. കാണുന്നുണ്ടോ? നമ്മുടെ മെയിൻ ഐറ്റം സുന്ദരിക്കല്ല്. പേര് പോലെ തന്നെ നല്ല സുന്ദരിയ. ഹായ് ഹായ് ഹായ്. അമ്മ 1 കപ്പ് കള്ള്. കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെ തന്നെ അപ്പത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നേ വരെ അപ്പം ശരിയാവാത്തവരുടെ വരെ അപ്പം ശരിയായി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാനത് ഫേസ്ബുക്കിൽ എടുത്തിട്ടു. നിങ്ങൾ എന്റെ അക്കൗണ്ട് ഒന്ന് ഫേസ്ബുക്കിൽ കയറി അപ്പത്തിന്റെ വീഡിയോ ഒന്ന് കാണാൻ ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് അമ്മമാർ വയസ്സായവർ വന്നിട്ട് എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഇതിലും നല്ല വെള്ളയപ്പാണ് അവരുണ്ടാക്കുക. ആക്ച്വലി അവരെന്റെ വെള്ളയപ്പം കഴിച്ചു നോക്കിയിട്ടില്ല. റേഷൻ കടയിൽ അരി വെച്ചിട്ടാണ് അവർ വെള്ളയപ്പം ഉണ്ടാക്കണേ. ഇതുപോലത്തെ ബ്രാൻഡഡ് അരിയൊന്നും അല്ല. ഈ സോനാ മസൂരി എന്ന് പറയുന്നത് ബ്രാൻഡഡ് അരിയൊന്നും അല്ല. ഇത് അരിയുടെ പേരാണ് ഈ സോനാ മസൂരി. ആക്ച്വലി എനിക്ക് ഭയങ്കര വിഷമമായി. ബിക്കോസ് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട വീഡിയോ. പക്ഷെ അത് ഇങ്ങനെ നെഗറ്റീവായി തീരുന്നു ഞാൻ ഒരു കാലത്തും വിചാരിച്ചില്ല. ഫേസ്ബുക്കിൽ നിന്ന് മാത്രമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഇൻസ്റ്റാഗ്രാമിൽ വാസ് സോ ഗുഡ്. എനിക്ക് 2-3 ഡേയ്സ് എടുത്തു ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വരാം. അപ്പൊ അതെന്തേലോട്ടെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. കള്ള് എവിടെന്നാ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അരയ്ക്കണ സമയത്ത് ഞാൻ അതിലേക്ക് മറ്റേ കുറുക്കി ചേർക്കലില്ല, അതും കൂടി ചേർത്തിട്ടാണ് ഞാനിത് ഫെർമെന്റ് ആവാൻ വേണ്ടി വെക്കാം. തുടക്കത്തിൽ ആവേശ സന്തോഷമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കള്ള് വെച്ച് അങ്ങ് ഫളിച്ചു എന്ന്. ഒന്നും സംഭവിച്ചില്ല. ഒരു 14 മണിക്കൂർ ഞാൻ ഫെർമെന്റ് ചെയ്യാൻ വെച്ചു, ഒന്നും ഭംഗി. അവസാനം വീണ്ടും 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് കണ്ണൊക്കെ പൊന്തി വന്ന് സെറ്റായത്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരഞ്ഞാകെ സീനാക്കി. അപ്പോൾ ബൈ.